നമസ്കാരം. ഒരു പ്രഭാഷണം അല്ലെങ്കിൽ പ്രസംഗം എന്ന് പറയുമ്പോൾ അതിനകത്ത് അറിവുകളും അതുപോലെ തന്നെ വിവരങ്ങളും അതുപോലെ അത് സരസമായ രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളൊരു കാര്യം. അതാണ് നമ്മളിവിടെ അതിൻ്റെ ഏറ്റവും നല്ല ഒരു മാതൃകയാണ് നമ്മളിപ്പോൾ കഴിഞ്ഞു പോയത്. എന്നെ വിളിച്ചപ്പോൾ ഞാൻ ശ്രീ ഉണ്ണികൃഷ്ണനോട് പറഞ്ഞിരുന്നു, ഞാനൊരു പ്രഭാഷകനോ പ്രസംഗകനോ ഒന്നുമല്ല, ഞാൻ പാട്ട് കവിത എഴുതി കഴിഞ്ഞു പോകുന്ന ഒരു മനുഷ്യൻ മാത്രമാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഇവിടെ അങ്ങനെ ഒരു പ്രഭാഷണത്തിൻ്റെ വേദിയല്ല, ഇവിടെ ഒരു സംവാദ വേദിയാണ്. ഞങ്ങളെല്ലാവരും വായിക്കുന്നവരും ചിന്തിക്കുന്നവരും സാഹിത്യത്തെ പറ്റി നല്ലപോലെ ധാരണയുള്ളവരുമാണ്. അത് വളരെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ എന്നേക്കാൾ കൂടുതൽ അതിനെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പിന്നെ ഇവിടെ അത് പറയണോ, അഭിനയത്തിന്റെ കാര്യം ആർക്കെങ്കിലും സംശയം പറയാം. അങ്ങനെ ഒരു അഭിനേതാവായിട്ടോ നടനായിട്ടോ ഒന്നും ആ വഴിക്കൊന്നും പോകാനുള്ള ശ്രമമൊന്നും എൻ്റെ ഭാഗത്തില്ല. അതിവിടെ നമ്മുടെ ഈ പാറോട്ടാനിയിലൊരു സിനിമ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഞാൻ സാധാരണ സിനിമ ലൊക്കേഷനിൽ പോകാറില്ല. അത് ആമ്പിളിച്ചേട്ടൻ, നമ്മുടെ ആമ്പിളി എന്ന് പറയുന്ന പഴയ സംവിധായകൻ ഒരുപാട് വർഷത്തിന് ശേഷം എടുത്തൊരു സിനിമയാണ്. അപ്പോൾ അതിൽ കുറേ ആളുകൾ സുഹൃത്തുക്കളൊക്കെ അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആ കൂടുതൽ പാട്ടും ഞാൻ തന്നെയാണ് എടുക്കുന്നത്. അപ്പം അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ചെറിയൊരു സംഗതി ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ എന്ത് നമ്മൾ നേരിടണം എന്നുള്ളതാണ്, യഥാർത്ഥത്തിൽ നേരിടുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അത് ചെയ്ത് നോക്കി മാത്രമേ ഉള്ളൂ. അത് വലിയ ചിലപ്പോൾ സിനിമയിൽ കട്ട് ചെയ്ത് പോകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അത് അതുകൊണ്ടായിക്കോളൊന്നും ഒരു നിർബന്ധമില്ല. പിന്നെ ഇവിടെ ഗാനങ്ങളുടെ ഒരു ലോകത്തെ പറ്റി വളരെ നന്നായിട്ട് തന്നെ എം ടി ആർ പറഞ്ഞു കഴിഞ്ഞു. അവിടെ നമുക്ക് ഗാനങ്ങളെ കുറിച്ചാണോ കവിതയെ കുറിച്ചാണോ എന്താണ് സംസാരിക്കേണ്ടതിനെ കുറിച്ച് എനിക്ക് അറിവില്ല. എനിക്ക് തോന്നുന്നത് നെരൂദ പറഞ്ഞിട്ടുള്ള ഒരു സംഗതി, അദ്ദേഹം പറഞ്ഞത് എന്നെ കുറിച്ച് എന്തെങ്കിലും എൻ്റെ കവിത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എനിക്ക് അറിയില്ല എന്ന് പറയും. പക്ഷെ എൻ്റെ കവിതയോട് ഞാൻ എന്താണ് എന്ന് ചോദിച്ചാൽ അത് പറഞ്ഞു തരും, ഞാൻ എന്താണെന്നുള്ളത് എൻ്റെ കവിത പറഞ്ഞു തരും എന്ന് അർത്ഥം വരുന്ന തരത്തിലുള്ള ഒരു പിന്നെ പോക്കുണ്ട് നെരൂദയുടെ. അതാണ് ഒരു പറയാനുള്ളത്. ഇപ്പോൾ നെരൂദയെ പോലുള്ള വലിയ കവികളാണെങ്കിലും ചെറിയ കവികളാണെങ്കിലും ഏത് എഴുത്തുകാരാണെങ്കിലും കവിതയെക്കുറിച്ച് അവർ പറയുന്നതൊന്നും ശരിയായിക്കൊള്ളുന്നില്ല. അത് പലതും ഒരു ചിലപ്പോൾ വായിച്ചറിഞ്ഞിട്ടുള്ളോ അല്ലെങ്കിൽ ഇവർക്ക് സങ്കല്പിച്ചുണ്ടാക്കുന്നതോ ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ അവർ പറയും. അവരുടെ കവിതയിലൂടെയാണ് നമുക്ക് എന്താണ് അവർ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അവരുടെ കവിതകൾ വായിക്കുക എന്നുള്ളതാണ് അതിലൊരു മാർഗമുള്ളൂ. അവർ നമ്മൾ പറയുന്നതൊന്നും ശരിയായിക്കൊള്ളുന്നില്ല, നോണയൊക്കെ പറയും ധാരാളമായി. അപ്പോൾ അതുകൊണ്ട് പിന്നെ പാട്ടുകളെ കുറിച്ചാണ് ഇവിടെ ഇപ്പോൾ സംസാരിച്ചത്. അതുകൊണ്ട് അത് ആ കാര്യങ്ങൾ പറയാൻ ഞാൻ വിചാരിക്കുന്നു. പാട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും അതും കവിതയും കൂടി കൂട്ടിക്കുഴച്ചുകൊണ്ടാണ് എല്ലാവരും സംസാരിക്കാറ്. പാട്ടിന്റെ വിമർശനങ്ങളൊക്കെ വരുമ്പോൾ തന്നെ ചില ആളുകൾക്ക് ഗാന വിമർശനം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എഴുതാറുണ്ടല്ലോ. അത് മുഴുവൻ തന്നെ ഈ അതിന്റെ ആ ടെക്സ്റ്റിനെ മാത്രം, ലിറിക്ക് മാത്രം എടുത്തുകൊണ്ടുള്ളതാണ്. അതിൽ സാഹിത്യപരമായിട്ടുള്ള ഭംഗിയോ അല്ലെങ്കിൽ തെറ്റുകളോ അത്തരം കാര്യങ്ങൾ മാത്രമാണ് പലപ്പോഴും ഇതിൽ വരാറുള്ളത്, വിമർശനങ്ങളിൽ വരാറുള്ളൂ. വാസ്തവത്തിൽ പാട്ട് എന്ന് പറയുമ്പോൾ രണ്ട് തരം പാട്ടുകളുണ്ട്. ഒന്ന് സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പാട്ട്, ഒന്ന് അല്ലാതെ നമ്മൾ സ്വസ്ഥമായിട്ട് സ്വതന്ത്രമായി ഉണ്ടാക്കുന്ന പാട്ട്. സാധാരണഗതിയിൽ ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്ന പാട്ടുകളാണ് നമ്മുടെ പാട്ടായിട്ട് പൊതുവെ കേരളത്തിൽ അംഗീകരിക്കുന്നത്. അല്ലാത്ത ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പൊ ആ പാട്ടുകൾക്കുള്ള വലിയൊരു പരിമിതിയും അതിന്റെ പ്രത്യേകതയും എന്ന് വെച്ചാൽ അത് സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണെന്നുള്ളതാണ്. ആ സിനിമ ഇല്ലായിരുന്നെങ്കിൽ ആ പാട്ട് ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു സിനിമയുടെയും ആ കഥാപാത്രങ്ങളുടെയും ആ കഥാപ്രമേയത്തിന്റെയും അത് ഉണ്ടാവുന്ന കാലഘട്ടത്തിന്റെയും ഒക്കെ സവിശേഷതകളിൽ നിന്നുകൊണ്ട് മാത്രമേ പാട്ടുണ്ടാവുള്ളൂ. അത് വരികൾ മാത്രമല്ല, അത് സംഗീതവും അത് അതിൻ്റെ ആലാപനത്തിന്റെ ഭംഗി, അതിനെ ഉപയോഗിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങൾ, അത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ, അത് ദൃശ്യവൽക്കരിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഇതെല്ലാം കൂടി വരുന്നൊരു സമഗ്രമായിട്ടുള്ള ഒരു അനുഭവമാണ് ഒരു പാട്ട് എന്ന് പറയുന്നത്. അത് അങ്ങനെ തന്നെ കാണണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ കാണുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ പലപ്പോഴും ജി ശങ്കരക്കുറുപ്പിന്റെ ഇന്ന് ഞാൻ നാളെ നീ എന്നുള്ള കവിതയും ഏതെങ്കിലും ഒരു പാട്ട് നമ്മുടെ സിനിമയിൽ പാട്ട് നമ്മൾ താരതമ്യപ്പെടുത്തിയിട്ട് അത് നോക്കൂ, എത്ര ഉദാത്തമായ കവിത, ഇതെത്ര മോശം എന്ന് പറഞ്ഞാൽ യാതൊരു കാര്യമില്ല.
കാരണം പാട്ട് ചെയ്യുന്നത് വേറൊരു കർമ്മമാണ്. പക്ഷെ അതേസമയം പാട്ടിൽ കവിത ഉണ്ടാവും, അതൊരു പിന്നെ നമ്മള് വലിയ കവികളാണ് ഒരു കാലത്ത് പാട്ട് എഴുതിയിരുന്നതോട് കൂടിയാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ പിന്നെ വയലാറിനെ തന്നെ നമുക്ക് എടുത്തു കഴിഞ്ഞാല് എത്രയോ നമുക്ക് അറിയാൻ പറ്റും. പല പല വരികളും ഭാസ്കര ഭാഷയും ഒക്കെ തന്നെ അത് കവിതയാണോ പാട്ടാണോ എന്ന് നമുക്ക് സംശയം തോന്നാവുന്ന തരത്തിലുള്ള പ്രണയോപനിഷത്തിലെ കയ്യക്ഷരങ്ങളാക്കി നുണക്കുഴി പൂവൂടും പൂർതിരകൾ കാറ്റുവന്നവയുടെ രചനാഭംഗികൾ മാറ്റുവാൻ നീ എഴുതി അനുവദിച്ചു. ഇതൊരു കടലാസിൽ എഴുതിയിട്ട് നമ്മൾ വായിക്കുമ്പോൾ യാതൊരു പ്രശ്നമില്ല, മനോഹരമായ കവിതയാണ്. പ്രണയോപനിഷത്തിലെ കയ്യക്ഷരങ്ങൾ എന്നൊക്കെ പറയുന്ന അചുംബിത ഭാവനകൾ മലയാളത്തിൽ വേറെ കവി ഉപയോഗിച്ചിട്ടില്ല. ആ കയ്യക്ഷരങ്ങൾ മാറ്റും അതൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതൊരു കവിതയാണ്, അത് വായിച്ചാൽ കുഴപ്പമില്ല. അതേസമയം നമുക്കിപ്പോ മഹത്തായിട്ടൊരു ആശയമാണെങ്കിൽ പോലും മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവെച്ചു എന്നുള്ളത് നമ്മൾ കടലാസിൽ വായിക്കുമ്പോൾ നമുക്കത് സാധാരണ ഒരു പ്രസ്താവന മാത്രമായിട്ട് തോന്നുള്ളൂ. ഇവിടെ രണ്ട് പാട്ടാണ്, രണ്ട് പാട്ട് നമുക്ക് ഏതാണ് മനോഹരമായ രീതിയിൽ നമ്മൾ അനുഭവിക്കുന്നത്. അപ്പൊ അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ്. സംഗീതവും ആലാപനത്തിന്റെ ഭംഗി പറഞ്ഞ പോലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ മലയാളത്തിൽ അങ്ങനെ നിരവധി പല കാലങ്ങളിലൂടെ പരിണാമങ്ങൾക്ക് വിധേയമായിട്ട് വന്നിട്ടുള്ള ഒന്നാണ് ചലച്ചിത്രഗാനം. അതൊരു സ്ഥായിയായിട്ട് നിൽക്കുന്നതല്ല. സിനിമയിൽ സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങൾ പാട്ടുകളിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നു. അതുകൊണ്ട് ഞാൻ പുതിയ കാലത്തെ ഈ നേരത്തെ പറഞ്ഞ പോലെ റേപ്പ് ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട് അതിനുള്ള ആരോഗ്യമില്ലാത്തതുകൊണ്ട് അപ്പൊ അത് മാറി നിൽക്കുകയാണ്. അപ്പൊ അത് നിർബന്ധമൊന്നുമില്ല. നമുക്കങ്ങനെ ഒന്നാമത് എൻ്റെ ഈ പാട്ടിലേക്കുള്ള വരവ് എന്ന് പറയുന്നത് വളരെ യാദൃച്ഛികമായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. കാരണം സിനിമയില് ഈ പാട്ട് എന്നുള്ളതല്ല, എന്ത് ചെറിയൊരു കാര്യവും സിനിമയിൽ നമുക്ക് എത്തിപ്പെടണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ എളുപ്പമൊന്നുമല്ല. അത് അത്രയും സാഹസങ്ങൾ പലരും നമ്മൾ ഇന്ന് കാണുന്ന പല മഹാന്മാരായിട്ടുള്ള സൂപ്പർ സ്റ്റാറുകൾ ആണെങ്കിലും വലിയ സംവിധായകരാണെങ്കിലും ഗാനരചയിതാക്കളാണെങ്കിലും പിന്നെ ആരാണെങ്കിലും അത് അങ്ങേറ്റത്തെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടാണ്, ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടാണ് അവർ അവിടെ എത്തിച്ചേർന്നത്. കാരണം അവർക്ക് അത്രയും ഒരു കൺവിക്ഷൻ ഉണ്ട്, അങ്ങനെ ഒരു അവിടെ എത്തിച്ചേർന്നുള്ള ഒരു ശക്തമായിട്ടുള്ള അഭിലാഷവും അത് പിന്നെ നേടാനുള്ള ഒരു ശ്രമവും ഒരു ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ഞാൻ അതിനെപ്പറ്റി സ്വപ്നം കണ്ടിട്ടേ ഇല്ല. ഞാൻ അങ്ങനെ ഒരു വിഷയം എന്റെ ചിന്തയിലില്ലായിരുന്നു. ഞാനിങ്ങനെ ഒരു ഗ്രാമത്തിൽ ജീവിക്കുകയും അവിടെ സ്കൂളിൽ പഠിക്കുകയും കവിതകൾ കേൾക്കുകയും പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്താ ഇപ്പൊ വയലാർ അല്ലെങ്കിൽ ദേവരാജൻ, ഭാസ്കരൻ, യേശുദാസ് എന്ന് പറയുമ്പോൾ അവരൊക്കെ ഏതോ വെള്ളിത്തിരയുടെ ഏതോ ഒരു സ്വർഗീയ ലോകത്തിരുന്നുകൊണ്ട് നമുക്ക് അപ്രാപ്യമായിട്ട് ലോകത്തുള്ള ആൾക്കാരാണ് അവരൊക്കെ. അതൊന്നും നമുക്കതിനെപ്പറ്റി ചിന്തിക്കുന്ന പോലുമില്ല. പിന്നെ കവിതകളിലേക്ക് വരുന്ന സ്വാഭാവികമായിട്ടും അത് എങ്ങനെയെന്നുള്ള നേരത്തെ പറഞ്ഞതുപോലെ നിരൂപ പറഞ്ഞതുപോലെ അതെനിക്ക് പറയാൻ കാര്യമാണ്. അത് എനിക്ക് അങ്ങനെ കവിതയുടെ ചുറ്റിക്കോളം കൃത്യമായിട്ടില്ല. ഒരു അധ്യാപകന്റെ മകനായിട്ട് വീട്ടിൽ ജനിക്കുന്നു. അവിടെ വായനയുടെ ഒരു സംസ്കാരമുണ്ട്. എൻ്റെ വീട്ടിൽ സഹോദരന്മാരൊക്കെ നന്നായിട്ട് വായിക്കുന്നവരാണ്, എൻ്റെ പിതാവ് നന്നായിട്ട് വായിക്കുന്ന ആളായിരുന്നു. അപ്പൊ അങ്ങനെ വായനയുടെ ഒരു സംസ്കാരം എനിക്ക് സ്വാഭാവികമായിട്ട് ചെറുപ്പം മുതൽ കിട്ടിയിട്ടുണ്ട്. ഒരു ചെറുപ്പത്തിലെ ചില നിർബന്ധിതമായിട്ട് ചില ഏകാന്തതകൾക്ക് ഞാൻ വിധേയനായിട്ടുണ്ട്. അങ്ങനെ കുറെ കാരണങ്ങളാലാണ് എഴുത്തിലേക്ക് ഞാൻ എത്തിച്ചേരുന്നത്. കവിത ഒരു അഭ്യസ്ഥാനമായിട്ടും എന്നെ ആവിഷ്കരിക്കാൻ ഇത് മാത്രമാണെന്നുള്ള രീതിയിൽ അല്ല, എനിക്ക് പിന്നെ കവിത എന്ന് പറയുന്നത് എൻ്റെ ഒരു അസ്തിത്വത്തിന്റെ ഭാഗമാണെന്നൊരു തോന്നൽ ചെറുപ്പം മുതലേ ഒരു പ്രത്യേക കാലഘട്ടം മുതൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് തുറന്നു പോകുന്നു. അപ്പൊ അങ്ങനെ പാട്ട് എഴുതാൻ ചില സുഹൃത്തുക്കളുടെ ചില ഒരു വശംബദരാക്കുകയാണ് ചെയ്തത്. നിർബന്ധിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ എഴുതിയത്. ആദ്യത്തെ പാട്ടൊക്കെ പറഞ്ഞ പോലെ പടയാൻ പറഞ്ഞ പരിഭവങ്ങൾ എന്നുള്ള പാട്ട് എഴുതുന്നു. അത് എഴുതി കഴിഞ്ഞോടുകൂടി പിന്നെ ആ ബാധ്യത തീർന്നല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ എൻ്റെ പേന മടക്കി വയ്ക്കുകയും ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് 4-5 വർഷം കഴിഞ്ഞപ്പോഴാണ് കമൽ ഈ പെരുമഴക്കാലത്തിനോട് വിളിക്കുന്നത്. കമലിന്റെ പടത്തിനും പാട്ട് അത് ഈ പറഞ്ഞ പോലെ വളരെ ക്ലേശകരമായിട്ടൊരു പരിപാടിയായിരുന്നു. കാരണം ട്യൂൺ ഇട്ടിട്ട് എഴുതുന്ന ഞാൻ ആദ്യം തന്നെ പറഞ്ഞു അങ്ങനത്തെ പരിപാടിയൊന്നും അതങ്ങനെ സിനിമയിൽ അങ്ങനെ എടുത്തതിനെ പറ്റിപ്പോയി. ഇവിടെ വീക്കെൻഡിനോട് ഒരാൾ പറഞ്ഞല്ലോ, വീക്കെൻഡിനോട് പറഞ്ഞു നിങ്ങളുടെ പിതാമഹൻ എന്ന് പറയുന്ന നോവല് അതിഗംഭീരമായിട്ടുണ്ട്. വീക്കെൻഡിനോട് അങ്ങനെ സംഭവിച്ചു, ഇനി ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കാന്ന് പറഞ്ഞ പോലെ അങ്ങനെ പറഞ്ഞു. പക്ഷെ അത് പറ്റിയില്ല, അങ്ങനെ എഴുതണമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എഴുതി. അപ്പൊ ഈ ട്യൂൺ അനുസരിച്ചിട്ട് ആണത് എഴുതുന്നത്. അത് ആദ്യത്തെ ഒരു അഭ്യാസമാണ്.
അപ്പൊ ആദ്യം ഇപ്പൊ ആ സിനിമയില് ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ട് ജയിലിലടക്കപ്പെടുന്ന ഒരു മനുഷ്യൻ, അയാളുടെ ഭാര്യ നാട്ടിലാണ്. ആ ഭാര്യ ഈയിടെ സൗദി അറേബ്യയില് ജയിലിലവിടുത്തെ സൗദി നിയമങ്ങളൊക്കെയാണ്, തലവെട്ടികളാണ് പരിപാടി. അപ്പൊ അവിടെ ജയിലിൽ കിടക്കുകയാണ്. അപ്പൊ അയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ പാവ പെൺകുട്ടി നടത്തുന്ന കഠിനമായിട്ടുള്ള ശ്രമങ്ങളാണ് സിനിമയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കഥ. അപ്പൊ വളരെ കമലൊക്കെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ സിനിമ കാണുന്ന പോലെ ഇരിക്കും, അത്രയും ഇതായിട്ട് പറയാം. അങ്ങനെ വളരെ സീരിയസ് ആയിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഈ ശാന്തമപരം ഇതാഘോഷമുള്ള സ്വപ്നാക്രാന്ത കഥ അതുപോലെ സാധനം തട്ടി, അതുപോലെ ഭയങ്കര കഠിനമായിട്ട് തട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് നമ്മളൊരു പാട്ടാണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ ആളെ ക്ലേശിപ്പിക്കുന്ന പറഞ്ഞു പോയി. അപ്പൊ അങ്ങനെ വീണ്ടും അത് മാറ്റി എഴുതിയിട്ടാണ് ഇപ്പൊ നിങ്ങൾ കേൾക്കുന്ന പാട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അതിനൊക്കെ ഞാൻ കുറെ പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. കാരണം പാട്ട് എന്ന് പറയുന്നത് കവിത അങ്ങനെയല്ല, കവിത വ്യത്യസ്തമായിട്ടൊരു സംഗതിയാണ്. പാട്ട് ഏറ്റവും സാധാരണക്കാർക്കും അല്ലെങ്കിൽ അല്ലാത്തവർക്കും ഒക്കെ തന്നെ, വിവരമുള്ളവർക്കും അത്രയും വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കും എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു വളരെ ജനകീയമായിട്ടുള്ള, അതേസമയം തന്നെ ഒരുപാട് സാമൂഹിക സാധ്യതകളുള്ള ഒരു സംഗതിയാണ്. മലയാളത്തിലെ പാട്ടുകൾ ചെയ്തിട്ടുള്ള നമ്മുടെ ദൗത്യം, പാട്ട് നിർവഹിച്ചിട്ടുള്ള ദൗത്യം, സിനിമാ ഗാനങ്ങളും നാടകഗാനങ്ങളും മലയാളി കേരളീയ സമൂഹത്തിലെ ഉണ്ടാക്കിയിട്ടുള്ള ചില പ്രസക്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വേണ്ട രീതിയിൽ പഠിക്കപ്പെട്ടിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് വളരെ ഗൗരവ MTR പാട്ട് തന്നെ നോക്കൂ. ഈ കുരിശ് വരച്ചാലും കുരി വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും എന്ന് പറയുന്ന പാട്ട് ഈ വർത്തമാനകാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വേറൊരു ഒരുപാട് കവിതകൾ എഴുതപ്പെടുന്നുണ്ട്. നമ്മുടെ മാതൃഭൂമി കാഴ്ചക്കുറിപ്പിലും മാധ്യമത്തിലും അതുപോലെ മറ്റേ മലയാളത്തിലൊക്കെ തന്നെ ഭാഷാഭൂഷണിയിലൊക്കെ കവിതകൾ വരുന്നുണ്ട്. ആ കവിതകളിലൊക്കെ തന്നെ നമ്മൾ നിലനിൽക്കുന്ന നമ്മുടെ സമൂഹം നേരിടുന്ന രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങൾ വിഷയം ആക്കിക്കൊണ്ടുള്ള വളരെ ഗംഭീരമായിട്ടുള്ള കവിതകൾ വരുന്നുണ്ട്. പക്ഷെ അത് വളരെ 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 മിനിമം ആളുകളിലേക്ക് എത്തുന്നുള്ളൂ. അത് വായിക്കുന്നവർക്ക്, അത് വായിച്ചിട്ടില്ലെങ്കിൽ തന്നെ അവരൊന്നും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ല. ഇപ്പോൾ വർഗീയവാദികളോ അല്ലെങ്കിൽ ഭീകരവാദികളോ അല്ലെങ്കിൽ തീവ്രവാദികളോ ഒന്നും അല്ലാത്ത ആളുകൾ തന്നെയാണ്. സഹൃദരായിട്ടുള്ള അത്യാവശ്യം തലക്കകത്ത് പിടിച്ച ആൾക്കാരായിരിക്കും. ഈ കവിത വായിച്ച് നന്നാവേണ്ട കാര്യം അവർക്ക് ഉണ്ടാവില്ല. അതേസമയം ഇങ്ങനൊരു പാട്ട് സമൂഹത്തിൽ വരുമ്പോൾ അത് പിന്നെ ഒരു പക്ഷേ ഒന്നും ഒരു അക്ഷരം അറിയാത്ത ആളുകൾക്ക് പോലും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സങ്കുചിതമായിട്ടുള്ള വർഗീയമായിട്ടുള്ള വിഭാഗീകരണത്തിനൊക്കെ ഇരകളാക്കുന്ന വേണ്ടത്ര പിന്നെ ഒരു മാനസിക വികാസം നിർഭാഗ്യവശാൽ കിട്ടാതെ പോയിട്ടുള്ള നിരവധി ആളുകളുടെ ഇടയിലേക്ക് അത് പ്രസരിക്കുകയും അവരറിയാതെ തന്നെ അവരത് ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ പാട്ടുകൾ ചെയ്യുന്നുണ്ട്. പ്രണയത്തെക്കുറിച്ച് കൂടെ പറഞ്ഞു. പ്രണയത്തെക്കുറിച്ച് പറഞ്ഞപ്പോ ഇതും പറയാനൊരു കാര്യമുണ്ട്. ഇപ്പൊ ഒരുപാട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ജോണി ലൂക്കാസിന്റെ ഒരു പരിപാടിയുണ്ട്, നേരെ ചോദ്യം. അപ്പൊ അതിൽ അദ്ദേഹം പോയി അപ്പൊ കുറെ ചോദ്യങ്ങൾ ചോദിച്ചതിന് കൂടുതൽ ചോദ്യങ്ങളാണ്. നിങ്ങളിങ്ങനെ ധാരാളം പ്രണയ കവിതകളും പ്രണയ ഗാനങ്ങളൊക്കെ എഴുതുന്നുണ്ട്, നിങ്ങളിങ്ങനെ ധാരാളം പ്രണയമുള്ളൊരു ആളായിരിക്കും ചോദിച്ചത്. ഞാൻ പറഞ്ഞത് അങ്ങനെ വേണ്ടി പറയാം. കാരണം ഞാൻ ചെറുപ്പത്തില് സ്കൂളൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ ജിലേബി വിൽക്കുന്ന ആൾക്കാരെ കാണാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നത് 3 നേരം ഒരു ജിലേബി തന്നെയാണ് തിന്നുന്നതാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അത്രേ ഉള്ളതില് ഇത് നമ്മൾ ഇതൊക്കെ എഴുതുന്നത് ചിലപ്പോഴും പിന്നെ സിനിമ അല്ലെങ്കിൽ കഥ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ പഠിക്കണം. പക്ഷെ അതിലൂടെ ഈ പ്രണയം എന്ന് പറയുന്ന ഒരു 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 ദിവ്യമായിട്ടുള്ള MTRന്റെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ ദിവ്യമായിട്ടുള്ള വികാരത്തെ, അതിന്റെ ഒരു മഹനീയതയെ, പിന്നെ അത് ഈ പറഞ്ഞ പോലെ ജന്തു സഹജമായിട്ടൊരു വാസനയെ സംസ്കരിക്കുന്നതിന് ഉപയോഗപ്പെടുത്തുന്നത്. നമ്മളിതിപ്പോ വീണ്ടും ഈ ജന്തുപരമായിട്ടുള്ള ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ചുറ്റുപാടും പുതിയ കാലഘട്ടത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വെറും ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾ മാത്രമായിട്ട് ഈ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ ചുരുങ്ങി പോകുന്ന ഒരു മോശപ്പെട്ട അവസ്ഥ നമുക്ക് ചുറ്റുപാട് നോക്കിയാൽ കാണാൻ കഴിയും. പഴയകാലത്തെ പോലെയുള്ള പ്രണയത്തിന്റെ ഒരു വിശുദ്ധിയോ ഭംഗിയോ ലാവണ്യമോ ഒക്കെ പതുക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് വലിയ അപകടമുള്ള കാര്യം. കാരണം ജന്തു സഹജമായിട്ടുള്ള വാസനകളെ സംസ്കരിച്ചുകൊണ്ടാണ് നമ്മൾ മനുഷ്യർ സംസ്കാരമുള്ളവരായിട്ട് മാറിയത്. നമ്മുടെ ഉള്ളിലൊക്കെ തന്നെ എല്ലാ തരത്തിലുള്ള സംഗതികളുണ്ട്. അക്രമവാസനയുണ്ട്, കാമവാസനയുണ്ട്, പിന്നെ ഈ പറഞ്ഞ അസൂയ, വിരോധം, എല്ലാ സംഗതികളുണ്ട്. അതിനെ സംസ്കരിച്ചിട്ടാണ് മനുഷ്യനുള്ള ഒരു പദവിയിലേക്ക് എത്തുന്നത്. ആ ഒരു യാത്രയിൽ നമ്മൾ ഏറ്റവും അധികം സഹായിച്ചിട്ടുള്ള സാഹിത്യ കൃതികളാണ്. കവിതയും സാഹിത്യവും ഗാനങ്ങളും അതുപോലുള്ള കലാരൂപങ്ങളാണ് നമ്മളെ സഹായിച്ചിട്ടുള്ളത്.
അപ്പൊ അതുകൊണ്ട് ഈ ഏറ്റവും സാധാരണക്കാരായ ആളുകളോട് സംവദിക്കുന്ന, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ള ആൾക്ക് പാട്ടുകൾക്ക് വലിയ പ്രാധാന്യം ഉള്ളതെന്ന് ഞാൻ തിരിച്ചറിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അതിന് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ പാട്ടിന്റെ രംഗത്ത് ഉള്ള സമയത്തൊക്കെ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കഴിഞ്ഞത്. അത് എല്ലാ കാലത്തും പറ്റില്ല, കാരണം ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന, എന്നെ എഴുതാൻ വേണ്ടി വിളിച്ചിരുന്ന സമയത്ത് അന്ന് അപ്പോഴും ശ്രീകുമാരൻ തമ്പി ജീവിച്ചിരിപ്പുണ്ട്, യൂസഫ് അലി ഇല്ല, അല്ല യൂസഫ് അലി ഉണ്ട്, ND രാജേന്ദ്രനുണ്ട്, കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുണ്ട്, ഗിരീഷ് പുത്തത്തിരി, അങ്ങനെ വളരെ ഫ്ലറിഷ് നിൽക്കുന്ന ഒരു സമയമാണ്. ഇങ്ങനെ നിരവധി ശ്രീകുമാരൻ തമ്പിയുണ്ട്. ഇവരൊക്കെ ഉള്ള സമയത്താണ് എനിക്ക് തിരക്കുണ്ടാവുന്നത്. അപ്പൊ അവരെക്കാളൊക്കെ ക്യാമറ എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും എനിക്കില്ല. അതെന്താന്ന് വെച്ചാല് ഓരോ മാർക്കറ്റിന്റെ കാര്യങ്ങളാണ്. അവർ സാധാരണ ഗതിയിൽ 18 പാട്ടിന്റെ നന്നായിട്ടുണ്ടാവും. അപ്പൊ ഇവരിങ്ങനെ നോക്കണം ഇപ്പോഴത്തെ ആളാരാണ്, ഇപ്പൊ പാട്ട് നോക്കുമ്പോൾ അപ്പൊ അങ്ങനെ വിളിക്കുന്നു. ഈ ചില പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാര് മാനേജർമാരൊക്കെയാണ് പലപ്പോഴും തീരുമാനിക്കുക, മറ്റൊരുക്കൊന്നും നേരം ഉണ്ടാവില്ല. അപ്പൊ ഇതിലൊക്കെ അത്രേ വരുന്നുള്ളൂ. ഓരോ ട്രെൻഡിന്റെ അനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോ എല്ലാ കാലത്തും ഈ രംഗത്തിനെ വിരാജിക്കണം എന്ന് വിചാരിച്ച് നടക്കുന്ന കാര്യമില്ല. അപ്പൊ അങ്ങനെ വിചാരിക്കുമ്പോൾ ഒരു ഫ്രസ്ട്രേഷനും നഷ്ടബോധമൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ സത്യത്തിൽ അങ്ങനെ സിനിമയുടെ കാര്യത്തിലെ ഏത് കാര്യങ്ങളിലായാലും അപൂർവം ആൾക്കാർ മാത്രമാണ് അവരുടെ കാലഘട്ടത്തിൽ. ഇപ്പൊ വയലാർ എന്നൊക്കെ പറയുന്ന അദ്ദേഹം 47 വയസ്സിൽ മരിച്ചുപോയി. 47 വയസ്സിന്റെ ഉള്ളില് ഒരു ജന്മം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യത്തിന് കഴിഞ്ഞതിലപ്പുറമൊക്കെ ചെയ്തു വെച്ചിട്ടാണ് പോയത്. പക്ഷെ അദ്ദേഹം ഒരു 80 വയസ്സ് വരെ 90 വയസ്സ് വരെ ജീവിക്കുകയായിരുന്നെങ്കിൽ അത്ര തിരക്കൊന്നും ഇല്ലാത്തൊരു എഴുത്തുകാരനായിട്ട് മാറേണ്ടി വരുമ്പോൾ ഉറപ്പാണ്. കാരണം സിനിമയുടെ രീതി അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ, പുതിയ കാലഘട്ടത്തിൽ നേരത്തെ പറഞ്ഞ പോലെ റാപ്പോ റൈപ്പോ എന്താന്ന് വെച്ചാല് അത് വരുന്നു. അത് പക്ഷെ അത് ആസ്വദിക്കാം, കാരണം കാലം മാറുന്ന നമ്മൾ അംഗീകരിക്കണം. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ട ചരിത്രബോധം കൂടി വേണം. അവരൊക്കെ പാട്ടിനെ കുറിച്ച് പറയും, പാട്ടിന്റെ ചരിത്രത്തെ കുറിച്ചുള്ള ബോധം നമുക്ക് വേണം. ഇപ്പൊ വളരെ മനോഹരമായിട്ടുള്ള ഉദാത്തമായ ഒരു കവിത, ഒരു ബിംബമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവതരിപ്പിക്കപ്പെട്ട ഒരു വരിയുണ്ട്. അതായത് വിയർപ്പ് തുന്നിയ കുപ്പായം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ല നല്ല കാവ്യബിംബമാണ്, നല്ല മനോഹരമായ കാവ്യബിംബമാണ്. പക്ഷെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അണിയുവാൻ തൂവെറുപ്പിൽ മണിമാല തന്നേക്കാം, അണയുനീ കനിപോലും തന്നെ എന്ന് വേറൊരാൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതിൽ വിയർപ്പ് തുള്ളിയുടെ മണിമാലയാണ് അതിൽ പറയുന്നത്, ഇവിടെ തൂവാലയാണ്. അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ ഇതൊക്കെ മലയാളത്തിൽ സമൃദ്ധമായിട്ടുള്ള പാട്ടിന്റെ ആണെങ്കിലും കവിതയുടെ ആണെങ്കിലും വളരെ പ്രതിഭാശാലികളായിട്ടുള്ള ആളുകൾ ചെയ്തു വെച്ചിട്ടുള്ള ഒരു വലിയ ഈടുവെപ്പുണ്ട്. നമ്മൾ ഇന്നു മുതലല്ല തുടങ്ങുന്നത്. പല ആളുകളും സിനിമ എടുക്കുന്നവരും കഥ എഴുതുന്നവരും കവിത എഴുതുന്നവരും പാട്ടെഴുതുന്നവർക്കൊക്കെ തെറ്റിദ്ധാരണ ഇന്നു മുതൽ എൻ്റെ ഒരു കാലം മുതലാണ് അതൊക്കെ ആരംഭിക്കുന്നത് എന്നുള്ള ഒരു മൂഢവിശ്വാസം പലർക്കുണ്ട്. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ ഒക്കെ വന്നതോടുകൂടിയിട്ട് ആർക്കും എളുപ്പത്തിൽ കവിയാവാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാവരും കവിയാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാനത് അത് വിരോധമുള്ളതല്ല. എല്ലാവരും കവികളായി കഴിഞ്ഞാൽ ഇപ്പൊ ചിരിയിലൊക്കെ അങ്ങനെയെന്ന് പറയും, മാർക്കേസിന്റെ ഒക്കെ നാട്ടിലൊക്കെ എല്ലാവരും എഴുത്തുകാരാണെന്ന് പറയും. അപ്പൊ നമ്മുടെ നാട്ടിലും അങ്ങനെ ആയി മാറിയിട്ടുണ്ട്. പക്ഷെ അവിടെ എഴുത്തുകാരും വായനക്കാരും ഉണ്ട്, ഇവിടെ വായനക്കാരിൽ എഴുത്തുകാർ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് വ്യത്യാസം. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടെ ഈ സാഹിത്യയുടെ ഇവിടെ വന്നപ്പോൾ ഈ സമയത്ത് ഇത്രയും ആളുകൾ ഈ ഒരു സാഹിത്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. നമ്മള് അത് പ്രശംസയായിട്ട് പറയുന്നില്ല, തീർച്ചയായിട്ടും വലിയ ആശ്വാസവും സന്തോഷവും തരുന്ന ഒരു കാര്യമാണ്. കാരണം വായന ഒക്കെ വായനക്കാൾ കൂടുതലായിട്ട് എഴുത്ത് വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് ആശാസ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതുകൊണ്ട് 2 കുഴപ്പങ്ങളുണ്ട്. ഒന്ന്, വളരെ അപ്രസക്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അച്ചടിച്ചു വിടപ്പെടും. അതൊക്കെ ഓരോ പുസ്തകം എന്ന് പറയുന്നതും നിരവധി മരങ്ങളുടെ മരണം ആത്മാഹുതിയിൽ ഉണ്ടാവുന്നതാണ്. പേപ്പറൊക്കെയാണ് അടിച്ചു വരുന്നത്. അപ്പൊ അങ്ങനെ അതൊരു വേസ്റ്റ് ആണെന്ന്. രണ്ടാമത്, ഈ പ്രളയത്തിനിടയിൽ നല്ലതും ചീത്തയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്തത്. നല്ല നല്ല കൃതികൾ ഉണ്ടാവുന്നുണ്ടോ, എല്ലാ വായിക്കാർക്കും പറ്റില്ലല്ലോ. അങ്ങനെയുള്ള നിരവധി നമ്മളിപ്പം ഈ സാഹിത്യം, കല, കവിത എന്നൊക്കെ പറയുന്നതിനോട് പൊതുവെ വളരെ കുറഞ്ഞ തരത്തിലുള്ള ഗൗരവ ബുദ്ധി കാണിക്കുന്ന ഒരു സംഭവമായിട്ട് നമ്മൾ മാറിയിരിക്കുകയാണ്. നമ്മുടെ അന്യ ഭാഷകളിൽ, ഇപ്പോൾ തെലുങ്കിലോ തമിഴിലോ ബംഗാളിയിലോ ഒക്കെ ആണെങ്കിൽ അങ്ങനെയൊന്നുമല്ല. അവരൊക്കെ വളരെ സീരിയസ് ആയിട്ടാണ് എഴുത്തിനെ കാണുന്നത്. നമ്മളിവിടെ ഒരു കവിയൊക്കെ പറഞ്ഞപ്പോൾ ആളുകൾ സത്യത്തിൽ കോമാളികളെന്ന് പോലെ കാണുന്ന സംഭവം. സിനിമകളിലൊക്കെ അങ്ങനെ കോമാളികളാണല്ലോ അത് അവതരിപ്പിക്കുന്നത്. ഹാസ്യനടന്മാരൊക്കെയാണ് കവിതയിൽ നിന്ന് പാഠപുസ്തകങ്ങളൊക്കെ എഴുതുന്നത്. അങ്ങനെ ആ തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. അത് ഇതിന്റെ ഒരു കവിത ഒക്കെ ചെയ്യുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് മനുഷ്യനെ
എങ്ങനെയാണ് ജന്തുസഹജമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് മനുഷ്യത്തിലേക്ക് കൊണ്ടുവരുന്നത്, എന്തുകൊണ്ടാണ് പാവങ്ങൾ എന്ന് പറയുന്ന ഒരു കൃതി അത് ഒരു ഉദാത്തമായ ഒരു സംഗതിയായിട്ടൊരു മനുഷ്യ വംശത്തിന്റെ തന്നെ ഒരു വലിയ വലിയ ഈ ഐൻസ്റ്റൈൻ്റെ കണ്ടുപിടുത്തം പോലെയോ ന്യൂട്ടന്റെ കണ്ടുപിടുത്തം പോലെയോ പെൻസിലിന്റെ കണ്ടുപിടിച്ച പോലെയോ അതുപോലെ തന്നെയുള്ള അത്ര തന്നെ പ്രാധാന്യമുള്ള മനുഷ്യവംശത്തെ സംബന്ധിച്ചുള്ള അത്രയും പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ് ഒരു കൃതിയുടെ ഒക്കെ. പക്ഷെ അത് വായിച്ചുള്ള ആളുകൾ വളരെ കുറവാണ്. വായിക്കാൻ മലയാളത്തിൽ പോലും ലഭ്യമാണ്. ഇനിയിപ്പോ മുഴുവൻ പുസ്തകം വായിക്കാൻ പറ്റില്ലെങ്കിൽ ചെറിയ ഫോമിലുള്ളതുണ്ട്. പക്ഷെ അതൊന്നും അത്തരം സംഗതികളിലേക്ക് പോകുന്നില്ല. വളരെ ഹിംസാത്മകമായിട്ടുള്ള അക്രമങ്ങളിലേക്ക് പോകുന്ന ഒരു ലോകം നമ്മുടെ മുമ്പിൽ കൂടുതൽ കൂടുതൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പഴയകാലം വളരെ മനോഹരമായിരുന്നില്ല. പക്ഷെ എങ്കിൽ പോലും കൂടുതൽ ഹിംസാത്മകമായി കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഈ പഴയകാലത്തെ കുറിച്ച് നമ്മൾ എപ്പോഴും ഗൃഹാതിരപ്പെട്ട് സംസാരിക്കാറുണ്ട്. ഞാൻ ഈ തൃശ്ശൂർ എന്ന് പറയുന്ന മുമ്പ് ഒരു പരിപാടി ഒരു പാട്ടിന്റെ വാരാഴി പരിപാടി കുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഞാൻ ചെന്നപ്പോൾ ഈ പാട്ടുമായിട്ട് പുലർത്തല്ലാത്ത രണ്ട് മഹാവ്യക്തികളാണ് അവര്. നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികൾ അവിടെ ഉണ്ട്. ഒരാള് പിന്നെ ഒരു സ്പീക്കർ പദവിയൊക്കെ വഹിച്ചിട്ടുള്ള ആളായിരുന്നു. വേറെ ഒരു MLA ഒക്കെ ഉണ്ട് അവിടെ. അപ്പൊ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതിലൊരാൾ പറഞ്ഞു, അതായത് ഇപ്പോഴത്തെ പാട്ടുകൾ എന്തൊരു ഉത്തരമാണ്, കവിതയില്ല, സംഗീതമില്ല, അർത്ഥമില്ലാത്തതാണ്. പണ്ടത്തെ കവിതകൾ എന്താണോ അങ്ങനെയൊക്കെ രീതിയിൽ പറഞ്ഞു. മറ്റേ അത് കഴിഞ്ഞപ്പം പിന്നെ MLA അത് തന്നെയാണ് പറയുന്നത്. പിന്നെ എന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ എനിക്ക് സംസാരിക്കേണ്ട കൂടെ ഞാൻ പറഞ്ഞവിടെ ശരിയാണ്. പഴയ പാട്ടുകളുടെ ഒന്നും ഒരു മാന്ത്രികതയോ ഇന്നത്തെ പാട്ടുകൾ ചിലപ്പോൾ ഉണ്ടാവില്ല. അത് ഒന്നിനുമില്ല. നമ്മൾ ആലോചിച്ച് പഴയ കാര്യങ്ങളെ പറ്റി ആലോചിക്കുകയാണെങ്കിൽ അങ്ങനെയാണ്. കാരണം പഴയ പ്രധാനമന്ത്രി ആരായിരുന്നു, ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ്, പഴയ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെ തുറച്ചു നോക്കാൻ പേടിയുടെ കൂടുതൽ പറഞ്ഞില്ല. ഇപ്പോഴത്തേക്ക് സംഭവിക്കാൻ പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് പഴയ കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ മനോഹരമായിരുന്നു. ഇന്നത്തെ കാലത്ത് പിന്നെ മോശമായിട്ടും തോന്നാം. പക്ഷെ പാട്ടുകളെ സംബന്ധിച്ച് പലപ്പോഴും ഒരു നൊസ്റ്റാൾജി അതിനൊരു വലിയ ഘടകമാണ്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ ഒരു പ്രീ ഡിഗ്രിക്ക് കോളേജിൽ പഠിക്കുന്ന കാലത്ത് നമുക്ക് ചില പ്രണയങ്ങളൊക്കെ തോന്നുന്നു, ചില പറയാൻ ധൈര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തോന്നുന്ന ഒരു സമയത്ത് നമ്മൾ പറയാൻ സങ്കല്പിച്ചുകൊണ്ടൊക്കെ നടക്കുന്ന കാലത്ത് കേൾക്കുന്ന ചില പാട്ടുകൾ ഉണ്ടാവും. ആ പാട്ടുകൾ ചിലപ്പോൾ പറഞ്ഞാൽ അത്ര വലിയ കാവ്യഭംഗിയുള്ളതോ അതോ ഗംഭീരമൊന്നും ആയിരിക്കില്ല. അപ്പൊ ആ കാലം അവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് കേൾക്കുമ്പോഴും ആ കാലത്തിലേക്ക് നമ്മൾ തിരിച്ചു. പാട്ടിന് മാത്രമേ അങ്ങനെ മനുഷ്യരെ പിന്നിലേക്ക് കൊണ്ടുപോകാനൊരു കഴിവുള്ളൂ. പാട്ടിനും അതുപോലെ ഈ സുഗന്ധങ്ങൾക്കും ഉണ്ടാവും, ഗന്ധങ്ങൾക്കും ഉണ്ടാവും. നമ്മുടെ ഏതെങ്കിലും പിന്നെ ചില മണങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ പഴയ നമ്മുടെ പിന്നെ മുത്തശ്ശിയോ മുത്തച്ഛനെയോ അത് പഴയ ആളുകളൊക്കെ ചിലപ്പോൾ ഓർത്തുന്നു വരും. അത് പഴയ ഏതെങ്കിലും സന്ദർഭം ഓർത്തുന്നു വരും. അതുപോലെ തന്നെയാണ് പാട്ടിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ അത് ആസ്വദിച്ചിരുന്ന ഒരു കാലത്തെ കുറിച്ച് നമ്മൾ ഓർക്കും. അപ്പൊ അങ്ങനെ ഒരു എഡീഷണൽ ക്വാളിറ്റി കൂടി ഉള്ള, അതാണ് ഞാൻ പറഞ്ഞത്, പാട്ട് കവിത പോലെ കാണേണ്ട ഒരു സംഗതിയല്ല. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. പല ഘടകങ്ങൾ കൂടി ചേർന്നിട്ടാണ് പാട്ട് നല്ലതാണോ ചീത്തയോ ഒക്കെ ആവുന്നത്. പുതിയ കാലത്തെ പാട്ടുകൾ പക്ഷെ ഇപ്പൊ തന്നെ ഈ ഹിമശൈല സൈകത ഭൂമിയിൽ എന്നുള്ള പാട്ട് ഇന്നത്തെ കുട്ടികൾക്ക് വളരെ പഴയ, ഞാൻ ആത്മവിദ്യാലയം എന്നുള്ള പാട്ട് കേൾക്കുന്ന അതേ ഫീലിംഗ് കൂടിയിട്ടായിരിക്കും അവർ കേൾക്കുന്നത്. കാരണം അവരുടെ വളരെ പഴയ പാട്ടാണ്. എന്റെയൊക്കെ നൊസ്റ്റാൾജിക് സോങ് ആണ്. എന്റെയൊക്കെ നല്ല സമയത്ത് ഞാൻ കേട്ടിട്ടുള്ള പാട്ടാണ്. അതുകൊണ്ട് എനിക്കതിനോട് വലിയ പ്രിയം ഉണ്ടാവും. പക്ഷെ അവർക്കുണ്ടായിക്കൊള്ളുന്നില്ല. അത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ രചന ഈ കുറച്ച് കാര്യങ്ങളായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പണി തന്നെയാണ്. കാരണം പഴയ കാലത്ത് ദേവരാജ മാഷ്കോ അല്ലെങ്കിൽ പിന്നെ ദശമോത്സവമായിട്ട് ഞാൻ ഒരിക്കൽ പ്രവർത്തിക്കാനുണ്ടായി. അതിൻ്റെ കൂടി എനിക്കുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് 4-5 വരികൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവരത് അതിന്റെ ആത്മാവ് കണ്ടെത്തിയിട്ട് അതൊരു സംഗീതം കൊടുക്കും. അപ്പോൾ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ മാത്രം മുഴുവൻ വിളിച്ചുപോയി എന്ന് എഴുതി കൊടുക്കുമ്പോൾ അരികിൽ എന്നുള്ള വാക്ക് അത് അരികിലാക്കാൻ വേണ്ടി വെറുതെ അരികിൽ പാടാം, അരികിൽ നീ ഉണ്ടായിരുന്നൊക്കെ പാടാം. പക്ഷെ അത് അരികിലാക്കാൻ വേണ്ടിയിട്ട് മാഷ് എത്രയോ ദിവസങ്ങളോളം ഒരു മനനം ചെയ്യുന്ന വായിച്ചു കേട്ടിട്ടുള്ളത്. എനിക്ക് അദ്ദേഹത്തെ കണ്ടിട്ടോ കണ്ടിട്ടും പരിചയമില്ല. അങ്ങനെ അദ്ദേഹം കുറേ ദിവസം ഇരുന്നിട്ട് പെട്ടെന്നാണ് ഈ എന്ന് പറയുന്ന ഒരു സംഗതി വരുന്നത്. അപ്പൊ അത്തേക്ക് നമ്മുടെ അരികിൽ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഈ വരികളിൽ ഉറങ്ങി കിടക്കുന്ന സംഗീതം കണ്ടെത്തുക എന്ന് പറയുന്നതാണ് സംഗീതത്തിലൂടെ യഥാർത്ഥ ഒരു വെല്ലുവിളി. ഇപ്പൊ അങ്ങനെ നമുക്ക് താരാരാരി നമുക്ക് എഴുതിത്തരും. അതിനനുസരിച്ച് കാക്കയെ പൂച്ച എന്നൊക്കെ നമ്മൾ എഴുതിയിരിക്കുന്നു. അത് ഏറ്റവും നല്ല നല്ല വാക്കുകൾ വെച്ച്
പിന്നെ പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മുടെ മലയാളത്തിലെ മധുര മനോഹര കോമള പദങ്ങളുണ്ട്, അതൊക്കെ കൂട്ടി യോജിപ്പിച്ച് വെച്ചു കൊടുത്താൽ പല ആളുകൾക്ക് അത് വളരെ സന്തോഷമാവും. നമ്മളതിനെന്തെങ്കിലും ഒരു കാവ്യാത്മകമായിട്ടുള്ള ഭംഗി കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഒരു പുതുമ ഉണ്ടാക്കാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ തീരെ ഇഷ്ടമാവില്ല. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, വീണ്ടും വേണേ ആവർത്തിക്കാം. ഒരു ഉദാഹരണമാണ് ഞാൻ പറയാം. അതായത് ഒരു പാട്ട് അതായത് പിന്നെ അത് ട്യൂണൊക്കെ ഇട്ടിട്ട് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടാണ്. അപ്പൊ അത് ഞാൻ എഴുതിയത് വെച്ചാൽ കിഴക്ക് കുന്നിൻ മീതെ ഉദിച്ചുയർന്ന നിലാവല വീണ് ഇരുട്ട് പാർക്കും കുളത്തിലാകെ പൊന്നു തിളങ്ങി, എന്നാൽ ഒരുത്തി തൂകിയ പുഞ്ചിരി വീണ് ഉള്ളു കലങ്ങി. അങ്ങനെ പഴയ ഭാസ്കരൻ മാഷൊക്കെ മാഷൊക്കെ എഴുതിയതിന്റെ ഒരു അനുകരണം എന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ എഴുതിയതിൽ അടുത്ത ഈ ചരണത്തെ അൻവലിലേക്കൊക്കെ വരുമ്പോ മതിച്ച പാമ്പും മണം വരമ്പിലൂടെ നിന്റെ ഞാൻ തീരെ നടന്നു, അങ്ങനത്തെ ഒരു വരികയാണ്. ഇതൊക്കെ കറക്റ്റാണ്. അപ്പൊ അത് അപ്പൊ അത് വായിച്ച് നോക്കിയിട്ടുള്ള അതിന്റെ വേണ്ടപ്പെട്ട ആൾക്കാരോട് പറഞ്ഞത് അത് ഇത് ഭയങ്കര കവിതയാണ്, അതൊന്നും ശരിയല്ല. ശരിയല്ല, നന്നായിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഇതല്ല വേണ്ടത്. കാരണം ഇതൊരു ഗുണ്ട പാടുന്ന പാട്ടാണ്. ഗുണ്ട കള്ളഷാപ്പിൽ ഇരുന്ന് കള്ള് കുടിച്ചിട്ട് ഇങ്ങനെ ഈ ബെഞ്ചിന്റെ മുകളിൽ താളം പിടിച്ച് പാടുന്ന അവരെ കൂടി പാടുന്ന പാട്ടാണ്. അത് ഈ മതിച്ച മാമ്പും മണമൊക്കെ കുഞ്ഞിരാമനാരുടെ ഒക്കെ പല വരിയൊന്നും ഇവിടെ ശരിയാവില്ല. സാധാരണ സംഗീതം ഞാൻ ട്യൂൺ വളരെ എളുപ്പമാണ്. ആ ട്യൂണൊക്കെ ഉണ്ടാവും. ഞാൻ മുറിഞ്ഞ വീടി കുറ്റി വലിച്ച് എഴുതി. അപ്പൊ കറക്റ്റാണ്, മുറിഞ്ഞ വീടി കുറ്റി വലിച്ച് നടന്നപ്പോ ശരി. അപ്പൊ അത് സൂപ്പർ എന്നാണ് അവർ പറഞ്ഞത്. അത് തെറ്റെന്ന് പറയാൻ പറ്റില്ല. കാരണം ആ സിനിമയിൽ ഈ പറഞ്ഞ പോലെ സിറ്റുവേഷനിൽ ആ കഥാപാത്രത്തിൽ ചോദിച്ചത് ആ പാട്ട് തന്നെയാണ്, തെറ്റെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ പാട്ടിനുണ്ട്, അതൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഉദാഹരണം. അതുപോലെ തന്നെ വേറൊരാളുടെ അടുത്ത് പറഞ്ഞത് ഞാനിങ്ങനെ എഴുതി കൊടുത്തപ്പോഴേ പാട്ട് എഴുതി കൊടുത്തപ്പോ ചേട്ടാ ശലഭം അടിക്കുന്നുണ്ട്. ശലഭം അടിക്കില്ല, പറക്കല്ലേ ചെയ്യോ ശലഭം എന്നുള്ള. അപ്പൊ ഇവരൊക്കെ ചില ടേംസ് ഉണ്ട് ഈ മ്യൂസിക്കിലൊക്കെ. ശലഭം അടിക്കുക, അപ്പൊ അവിടെ ആ വാക്കവിടെ അടിക്കുന്നുണ്ട്, അവിടെ ചെയ്യാവില്ല അതിന്റെ അർത്ഥം. അപ്പൊ അത് മാറ്റിയിട്ട് വേറെ കൊടുത്തു. വേറെ ആളുടെ അടുത്ത് ജാലകം എന്നുള്ള വാക്കൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവുമെന്ന് ചോദിച്ചത് കൃത്യമായിട്ട് ചോദിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ഉള്ളത്. അതിന്റെ ഇടയിൽ ഈ ചില തെറ്റിദ്ധാരണ കൊണ്ടാണ് അവർ എന്നെ കുറെ കാലം വിളിച്ചതും ഞാനിങ്ങനെ എഴുതി പോയതും. ഈ അഭിനയത്തിലേക്ക് ഇദ്ദേഹം സിനിമ എടുക്കാൻ പോകുന്നുണ്ട്, അതിൽ വിളിച്ചാൽ ഞാൻ അഭിനയിക്കാൻ തയ്യാറാണ്. മറ്റൊരു പരീക്ഷണത്തിലൊന്നും ഞാൻ തയ്യാറില്ല. അത് ഇങ്ങനൊരു സാധ്യത ചെറിയൊരു അഭിനയം നടത്തുന്നുണ്ട്. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഞാനൊരു എന്തെങ്കിലും നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ സംസാരിക്കാം, അല്ല ഞാനിങ്ങനെ അധികം എന്തായാലും പറഞ്ഞൊരു കാര്യമില്ല. അപ്പൊ ഒരു കവിത ഏതായാലും വന്നാലും ഞാൻ വായിക്കാം. അതും ചൊല്ലാനറിയില്ല. NTR പോലെയൊക്കെയുള്ള മതിയും സുന്ദരമായ ശബ്ദവും ആലാപന ശേഷിയൊക്കെ ഉള്ള ആളുകൾ ക്ഷണിക്കാം. കടൽക്കാഴ്ച എന്നാണ് അതിൻ്റെ. ആദ്യത്തെ കടൽക്കാഴ്ച മറക്കില്ലൊരിക്കൽ പല കാരണങ്ങളാണ്. ആദ്യത്തെ കടൽക്കാഴ്ച മറക്കില്ലൊരിക്കലും പല കാരണങ്ങളാൽ. കടലിൽ നിന്നും പിന്നെ കീറിയില്ല അതിനാലോ. കണ്ടത് കടലെന്നു വേറിട്ട് തോന്നായെങ്കിലോ. കണ്ടതാം ചിത്രങ്ങളിൽ കേട്ടതിൽ അറിഞ്ഞതിൽ ഉള്ളിലെ കടലേറെ വ്യത്യസ്തം അതിനാലോ. കടലിൽ നിന്നും പിന്നെ കീറിയില്ല അതിനാലോ. കണ്ടത് കടലെന്നു വേറിട്ട് തോന്നായെങ്കിലോ. കണ്ടതാം ചിത്രങ്ങളിൽ കേട്ടതിൽ അറിഞ്ഞതിൽ ഉള്ളിലെ കടൽ ഏറെ വ്യത്യസ്തം അതിനാലോ. ഒരുപാട് മനുഷ്യർ അതിൻ കരക്കിരുന്നും നടന്നുമായി മരിച്ചതൊത്തിട്ടാണോ. ഒരുപാട് മനുഷ്യർ അതിൻ കരക്കിരുന്നും നടന്നുമായി മരിച്ചതൊത്തിട്ടാണോ. നമ്മളെ ചെറുതാക്കും ഒന്നിന്റെ മുന്നിൽ തോന്നും അത്ഭുതം കൊണ്ടോ തിര പിന്നെയൊന്നറങ്ങാഞ്ഞോ. നമ്മളെ ചെറുതാക്കും ഒന്നിന്റെ മുന്നിൽ തോന്നും അത്ഭുതം കൊണ്ടോ തിര പിന്നെയൊന്നറങ്ങാഞ്ഞോ. ഭൂപടങ്ങളിൽ കണ്ട നീലിമയല്ലായകയാൽ. ശാസ്ത്ര പുസ്തകത്തിലെ കൃത്യതയല്ലായകയാൽ. തിരമാലകൾ, കക്ക മത്സ്യങ്ങൾ, സൂര്യാഘാത രതിമൂർച്ചകൾ, ചാന്ദ്ര ദർശന സംവേഗങ്ങൾ, അതിഗൂഢമാഴം, പരപ്പിലൊഴുകിടും അരയാലികളാം ദ്വീപുകൾ, ഭൂഖണ്ഡങ്ങൾ. ഭൂപടങ്ങളിൽ കണ്ട നീലിമ അല്ലായകയാൽ. ശാസ്ത്ര പുസ്തകത്തിലെ കൃത്യതയല്ലായകയാൽ.
തിരമാലകൾ, കക്ക, മത്സ്യങ്ങൾ, സൂര്യാഘാത രതിമൂർച്ചകൾ, ചാന്ദ്രദർശന സംവേഗങ്ങൾ, അതിഗൂഢമാഴം, പരപ്പിലൊഴുകിടും അരയാലിലകളാം ദ്വീപുകൾ, ഭൂഖണ്ഡങ്ങൾ, ജ്ഞാനന്റെ മൂന്നക്ഷര ചീടിലൊതുക്കിയ ലവണ ജലാകാര ഭയസാന്നിധ്യത്തിനാൽ ആദ്യമായി കടൽ കണ്ട നേരത്ത് വിറച്ചുപോയി. അതിഗൂഢമാം പരപ്പിലൊഴുകിടും അരയാലിലകളാം ദ്വീപുകൾ, ഭൂഖണ്ഡങ്ങൾ, ജ്ഞാനന്റെ മൂന്നക്ഷര ചീടിലൊതുക്കിയ ലവണ ജലാകാര ഭയസാന്നിധ്യത്തിനാൽ ആദ്യമായി കടൽ കണ്ട നേരത്ത് വിറച്ചുപോയി. മൃതിയിൽ ജീവൻ ചാലിച്ചെഴുതും ചിത്രം, സർവഭാവങ്ങൾ ഒരുമിച്ചിട്ടിരമ്പും മഹാനൃത്തം, കാലമാം കൊടുങ്കാറ്റിൻ കൊത്തൊളിയാൽ എത്രയോ കൊത്തുന്നുവെന്നാൽ രൂപമാവാത്ത ജലശില. മൃതിയിൽ ജീവൻ ചാലിച്ചെഴുതും ചിത്രം, സർവഭാവങ്ങൾ ഒരുമിച്ചിട്ടിരമ്പും മഹാനൃത്തം, കാലമാ കൊടുങ്കാറ്റിൻ കൊത്തൊളിയാൽ എത്രയോ കൊത്തുന്നുവെന്നാൽ രൂപമാവാത്ത ജലശില. രാത്രി സ്വപ്നത്തിൽ കവിഞ്ഞന്റെ മെത്തയെ കളി മണ്ണു ദീപാക്കി ഞെട്ടിച്ചുണർത്തും അപാരതയെ, എന്നു തൊട്ടെന്നില്ലാത്ത നിത്യമാം ചലനത്തിൻ വന്യതേ വിശാലമാം തീരാത്ത സംഗീതമേ. എന്നു തൊട്ടെന്നില്ലാത്ത നിത്യമാം ചലനത്തിൻ വന്യതേ വിശാലതേ തീരാത്ത സംഗീതമേ. വേദത്തിൽ നിന്നെ പകുത്തിറങ്ങി പ്രവാചകർ, ബാല്യത്തിൽ മൺപൂജയിൽ ഭൂതത്തെ ഒളിപ്പിച്ചു. മീൻ പിടിക്കോർക്കു നീ ഒന്നായി, പുരാതന നാവികർക്കു നീ വേറെ, യുദ്ധദാഹികളായ ലോകനേതാക്കന്മാർക്ക് മറ്റൊന്ന്. ബാല്യത്തിൽ മൺപൂജയിൽ ഭൂതത്തെ ഒളിപ്പിച്ചു. മീൻ പിടിക്കോർക്കു നീ ഒന്നായി, പുരാതന നാവികർക്കു നീ വേറെ, യുദ്ധദാഹികളായ ലോകനേതാക്കന്മാർക്ക് മറ്റൊന്ന്. ഹെമിംഗ്വേയ്ക്കും സാന്റിയാഗോയ്ക്കും തകഴിക്കും നീ വ്യത്യസ്തയായി. രാവിൽ നീ വേറൊന്നായി, പകലിൽ മറ്റൊന്നായി, വെയിലിൽ നിലാവത്ത് വെവ്വേറെ വിലാസമായി. രാവിൽ നീ വേറൊന്നായി, പകലിൽ മറ്റൊന്നായി, വെയിലിൽ നിലാവത്ത് വെവ്വേറെ വിലാസമായി. അരികിൽ ഉറങ്ങുന്ന വരണ്ട കരയോട് വിരസം ഒരേ കഥ പറയും കിറുക്കത്തി. ജനിച്ചിട്ടിന്നോളവും ഉറങ്ങിയിട്ടില്ലാത്തവൾ, കടലെ നീ മുത്തശ്ശിയെങ്കിലും കുമാരിയാം നിത്യകാമുകി പെണ്ണ് സ്മൃതിതൻ ജലയോനി. അരികിൽ ഉറങ്ങുന്ന വരണ്ട കരയോട് വിരസം ഒരേ കഥ പറയും കിറുക്കത്തി. ജനിച്ചിട്ടിന്നോളവും ഉറങ്ങിയിട്ടില്ലാത്തവൾ, കടലെ നീ മുത്തശ്ശിയെങ്കിലും കുമാരിയാം നിത്യകാമുകി പെണ്ണ് മൃതിതൻ ജലയോനി. നീ മഹാരഥി, തുച്ഛ മാനുഷ്യ സ്പീഷീസിന്റെ വ്യാകുല വിജയങ്ങൾക്കപ്പുറത്തിരമ്പുമ്പോൾ. നീ മഹാരഥി, തുച്ഛ മാനുഷ്യ സ്പീഷീസിന്റെ വ്യാകുല വിജയങ്ങൾക്കപ്പുറത്തിരമ്പുമ്പോൾ. ഇന്ദ്രിയ വിളക്കുകൾ കെട്ടുപോയി ഭാഷാതീതമാകും ഒരർത്ഥത്തിന്റെ ഉൾക്കട പ്രഹരത്തിൽ, സ്വത്വവിഹ്വലതയിൽ അസ്തിത്വ സംഭ്രാന്തിയിൽ ആദ്യമായി നിന്നെ കണ്ട കാഴ്ചയിൽ നിന്നും കരകയറാതെ നിത്യം നിന്നിൽ മുങ്ങി ഞാൻ മരിക്കുന്നു. ഇന്ദ്രിയ വിളക്കുകൾ കെട്ടുപോയി ഭാഷാതീതമാകും ഒരർത്ഥത്തിന്റെ ഉൾക്കട പ്രഹരത്തിൽ, സ്വത്വവിഹ്വലതയിൽ അസ്തിത്വ സംഭ്രാന്തിയിൽ ആദ്യമായി നിന്നെ കണ്ട കാഴ്ചയിൽ നിന്നും കരകയറാതെ നിത്യം നിന്നിൽ മുങ്ങി ഞാൻ മരിക്കുന്നു.